കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലേ. അപ്പോൾ അതാ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവുന്നതും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം എന്ന് പറയാം. അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കണത് കേട്ടോ. അതിന് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും പിന്നെ സവോളയും ഇത് മൂന്നും നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലാണ് നമ്മുടെ ഈ ഐറ്റത്തിൽ ഒന്ന് ബ്ലെൻഡായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മൂന്നും നല്ലോണം ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. അപ്പോൾ ഞാനൊരു 3 മുട്ട എടുത്തിരിക്കുന്നത് കേട്ടോ. 3 മുട്ട പൊട്ടിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മുടെ പാന് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പാൻ ചൂടായി വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള കുറച്ചെണ്ണ, വളരെ കുറച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ സവാള ഗ്രേറ്റ് ചെയ്തതും പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് ഒന്നാക്കിയെടുക്കുകയാണ്. വഴറ്റിയെടുക്കുക എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. കാരണം നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാ സൈഡിലേക്ക് ആക്കി ഒന്ന് പരത്തി വയ്ക്കുകയാണ്. ഇനി നമ്മുടെ മുട്ട കലക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡിൽ നിന്നൊന്ന് ആക്കിയിട്ട് നമ്മൾ മേലെ കൂടെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു 2 സ്ലൈസ് ചീസും കൂടെ മേലേക്ക് വെച്ചിട്ട് 1 മിനിറ്റൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടറ്റോ ചീസ് എഗ്ഗ് റെഡിയായി. ഇനി അത് അങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എഗ്ഗിൻ്റെയും ചീസിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാപ്പിയും കൂടെ ആക്കിയിട്ടുണ്ട്. നമ്മളൊരു ഈവനിങ് സ്നാക്ക് പോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പം ഇന്ന് എമ്പുരാൻ സിനിമ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീരുക്കുട്ടൻ്റെ ഒരു പാട്ടാണ്. അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് വീരുക്കുട്ടനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.